ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻറ്റ്സ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യു എയിലത്തെ മഴയൊക്കെ പെയ്ത് തോർന്ന് വ്യാഴാഴ്ച ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ്. എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് കാണാം റോഡത്തെ അവസ്ഥകളൊക്കെ കാണാം. കാണിച്ചു തരാം കേട്ടോ, പിന്നെ പോകുമ്പോൾ ഉള്ള വഴിയുള്ള അവസ്ഥകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത്. ചില സ്ഥലത്ത് നല്ല വെള്ളക്കെട്ടുണ്ട്, ചില സ്ഥലത്തൊക്കെ റോഡ് ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് മുവൈയിലെ ഫയർ സ്റ്റേഷൻ റോഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ മൊബൈലിൽ താമസിക്കുന്നവർക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും എവിടേക്ക് സ്ഥലങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചിലവർ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ്. ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ ഞങ്ങൾ പോയ വഴികളെല്ലാം ഏകദേശം ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൊബൈലിൽ താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മൊബൈലിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഇത് എവിടേക്കാന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ റോഡിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ, വെള്ളത്തൂടെ ഒക്കെ നടക്കുകയാണ്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് ചില സ്ഥലത്തൊക്കെ റോഡിന് നടുവിൽ തന്നെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു നിവൃത്തിയില്ല, അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു വെള്ളം ഇതൊക്കെ. അപ്പോൾ വണ്ടികൾ മുങ്ങിപ്പോവും അങ്ങനെയൊക്കെ. കാരണം ചിലവർ റോട്ടിൽ തന്നെ റോട്ടിൽ തന്നെ ചിലവർ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കാറ് മുങ്ങിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു കാറ് കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയിട്ടുണ്ട്. അതായത് ആ ബ്ലൂ കളറുള്ള കാറ് കംപ്ലീറ്റ് മുങ്ങി കിടക്കുകയാണ്. ഇനിയിപ്പോൾ അത് എന്താണ് റിക്കവറി വാൻ വന്നിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അത് ശരിയാവും തോന്നിയില്ല. പിന്നെ ഇങ്ങനെ മുന്നോട്ട് നടന്ന് നിങ്ങൾക്കറിയാലോ, പിന്നെ ഫയർ സ്റ്റേഷൻ റോഡോ ആയിട്ടുള്ള നമ്മൾ മെയിൻ പള്ളിയുടെ അവിടെ എത്തി. ദേര റെസ്റ്റോറൻറ്റ് പള്ളിയൊക്കെ അല്ല, അവിടെ എത്തി. അവിടെയൊക്കെ നല്ല വെള്ളക്കെട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് മറ്റേ ലുലുവിൻ്റെ ഓപ്പോസിറ്റേക്കാണ് പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വട്ടം ചുറ്റി ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോയി. അങ്ങോട്ട് നേരെ നടക്കാൻ പറ്റില്ല, അവിടെ നിറച്ച് വെള്ളമാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ മൊബൈലിലുള്ള വലിയ പള്ളിയില്ലേ, മസ്ജിദ്, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ ഒന്നുമില്ല, വെറുതെ ഇങ്ങ് നടന്നപ്പോൾ വൈകുന്നേരം പുറത്തിറങ്ങി ഒരു 3 മണി 4 മണിക്കായിട്ട് ഇറങ്ങിയപ്പോൾ നമുക്കൊന്ന് ചായ കുടിക്കാം. അപ്പോൾ ചായ കുടിക്കാൻ പോകണമെങ്കിൽ എന്തായാലും ലുലുവിൻ്റെ ബാക്കിൽ പോകണം. എല്ലാവർക്കും അറിയാം, മൊബൈലിലുള്ള എല്ലാവർക്കും അറിയാം. അവിടെ അതിൻ്റെ ബാക്ക് സൈഡിൽ കുറേ കടകളാണല്ലോ, റെസ്റ്റോറൻറ്റ്സ്. അവിടെ പോയിട്ടാണ് ഒരുവിധം എല്ലാവരും ചായ കുടിക്കുക. അപ്പോൾ എന്തായാലും ഈ വഴികളൊന്നും നടക്കാൻ പറ്റില്ല, ഇവിടെ കംപ്ലീറ്റ് വെള്ളമാണ്. അപ്പോൾ എന്തായാലും പിന്നെ പള്ളിയുടെ ഉള്ളിൽ കൂടെ കയറി നടക്കല്ല, അതൊരു നിവൃത്തി കാണിച്ചു തരാം. കംപ്ലീറ്റ് പുഴയാണ്, ഒരു തോണിയിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ മിക്കവർക്കും ആളുകൾക്ക് മനസ്സിലാവും, മൊബൈലിൽ താമസിക്കുന്ന മിക്ക ആളുകൾക്ക് മനസ്സിലാവും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ വെള്ളമൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇന്നൊക്കെ നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ പോലും എന്താ പറയുക, വെള്ളം കംപ്ലീറ്റ് വെള്ളം, ഈ ഏരിയ കംപ്ലീറ്റ് വെള്ളമാണ്. നോക്ക്, നിങ്ങളുടെ ആരും സാഹസികമായി വരാൻ നിൽക്കണ്ട. ഈ ഭാഗത്തേക്കൊന്നും വണ്ടി കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ മൊബൈലിലത്തെ പള്ളിയാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ മൊബൈലിലത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കാണിച്ചു തരുന്നതും. ഇപ്പോൾ പർച്ചേസ് ചെയ്യാനാന്നും പറഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് ആരും ഈ ഭാഗത്തേക്ക് വരണ്ട. നിങ്ങളുടെ ഏരിയസിലുള്ള ചെറിയ മദീനയിലൊക്കെ പോയിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങണം ഏറ്റവും ബെറ്റർ. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ്, അതായത് വളരെ സാഹസികമായി കുട്ടികളെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പക്ഷേ ആ നെസ്റ്റോൻ്റെ ഓപ്പോസിറ്റുള്ള റെസ്റ്റോറൻറ്റിൻ്റെ അവിടെയൊക്കെ വെള്ളം കുറവാട്ടോ. പിന്നെ ഞങ്ങൾ എന്തായാലും ലുലുവിൽ കയറിയിട്ട് ഞങ്ങൾ ഇന്ന് ടോയ്ലറ്റിലൊക്കെ പോകാണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ലുലു കയറി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത്, കുറച്ച് സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങി, കയ്യിൽ പിടിച്ച് തൂക്കിക്കൊണ്ടാകുന്നത് പച്ചക്കറികൾ വാങ്ങി. പിന്നെ ഇപ്പോൾ ലുലുവിൻ്റെ ഓപ്പോസിറ്റിലെ റെസ്റ്റോറൻറ്റ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചു. അവിടെ ആ റോട്ടിൽ വെള്ളമല്ല, ഡ്രൈ ആയി കിടക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തൊക്കെ വെള്ളമുണ്ട്. അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഇതാണ്. ആ കറാച്ചിയുടെ അവിടെ നിന്നൊക്കെ തുടങ്ങുന്നതിന്, കറാച്ചി റെസ്റ്റോറൻറ്റൊക്കെ അവിടെ നിന്ന് തന്നെ വെള്ളം തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുന്നിലൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ്. ഇവിടെ അതാ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് വരികയാണ് കേട്ടോ, ചായ കുടിച്ചാൽ തിരിച്ചു വരാം. അപ്പോൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെ ആളുകൾ എന്താ ചെയ്യുന്നത് മനസ്സിലാവില്ല. കാർപ്പറ്റ് വെള്ളത്തിട്ട് മുക്കിയെടുക്കുന്നത് ക്ലീൻ ആക്കാൻ തോന്നണം. അപ്പോൾ അത് വീണ്ടും നമ്മൾ നടന്ന് പള്ളിയുടെ മുന്നിൽ എത്തിയതാ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. ഈ ഏരിയയൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ്. ഇവിടെ അങ്ങനെ എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് വെള്ളമാണ്. കാണുന്നില്ലേ, കുറേ ആളുകളും കുട്ടികളും പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, അതുകൊണ്ട് ആളുകൾ കുറവാണ്. പക്ഷേ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്ന സമയമായപ്പോൾ 6 മണിയായപ്പോൾ നിറച്ച് ആളുകൾ പുറത്തിറങ്ങിയിട്ട് കളിക്കുന്നുണ്ട്. ഇത് പള്ളിയുടെ ഉള്ളിൽ കുറേ ആളുകൾ വണ്ടി കയറ്റിയിട്ടിട്ടുണ്ട്, പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഒരു 6 മണി ഉണ്ടാവും അല്ലേ, 6 മണി കഴിഞ്ഞു. അപ്പോൾ 6 മണിയാകുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ റോട്ടിൽ തിരക്കൊന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും റോട്ടിൽ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ വെള്ളത്തിൽ കളിക്കാനും ചാടിക്കാനും ഇതായിട്ട് വെള്ളത്തിൽ ഒക്കെ എന്തായാലും ബീച്ചിൽ പോകേണ്ട ആവശ്യം. കുട്ടികൾക്ക് രസമായിരുന്നു, പക്ഷെ സേഫ് അല്ല. എന്നാലും ഇപ്പോഴും വെള്ളത്തിൽ കൂട്ടാൻ നടക്കുകയാണ് ഞങ്ങൾ. കണ്ടോ,
അപ്പോൾ അത് തിരിച്ചിങ്ങനെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ചിലവർ വണ്ടി വർക്ക് ചെയ്യാനിട്ട് ഓടാഞ്ഞിട്ട് വണ്ടി ഉന്തിക്കൊണ്ടുവരുന്നുണ്ട്. പല പല കാഴ്ചകളും നമുക്ക് കാണാം. വൈകുന്നേരം ആയപ്പോൾ 6 മണിയൊക്കെ ആയപ്പോൾ കുറേ ആളുകൾ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ അത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ വെള്ളം തന്നെയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഫുള്ള് നനഞ്ഞിട്ടാണ് നടക്കുന്നത്. നല്ല പാൻറ്റൊക്കെ കയറ്റി പിടിച്ച് ഫുള്ള് നിറഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി ഞാൻ കാണിക്കുന്നത് റാൻഡമായിട്ടുള്ള കാഴ്ചകളാണ്. എൻ്റെ മൊബൈലിൽ ഞാൻ പകർത്തിയ ഓരോ ഏരിയത്തെ കാഴ്ചകളാണ്. ചിലപ്പോൾ ഈ ഏരിയ നിങ്ങൾക്ക് മൊബൈലിൽ കാണുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും ഏതൊക്കെ ഏരിയ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറൊന്നും ഇല്ലാതെ റാൻഡമായിട്ട് കുറച്ച് ഈ രീതിയിൽ എടുത്ത വീഡിയോസ് കാണിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിലും മനസ്സിലാവില്ല ഇന്ന രീതിയിൽ വെള്ളമുണ്ട് ഏരിയാസിൽ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്നുള്ള താല്പര്യമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾ കണക്കാക്കി വന്നാൽ മതി. വെള്ളമുണ്ട്, ചില സ്ഥലത്ത് വെള്ളമല്ല, പക്ഷേ ചില സ്ഥലത്ത് നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. നല്ല ഉയരമുള്ള ജീപ്പും വണ്ടികളൊക്കെ ആണെങ്കിൽ ലാൻഡ് ക്രൂസർ പോലത്തെ വണ്ടികളാണെങ്കിൽ കുഴപ്പമില്ല. വണ്ടി പൊന്തിക്കാൻ പറ്റിയ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതാണെങ്കിൽ പ്രശ്നമല്ല. അല്ലാത്തത് ചെറിയ കുഞ്ഞു വണ്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റക്കായി പോകും, നിന്ന് പോകും. പിന്നെ റിക്കവറി വാൻ വന്നിട്ട് പിന്നെ അതും വലിയ ടാസ്ക്കാണ്. ഇതൊക്കെ പള്ളിയുടെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കുട്ടികൾ കളിക്കുന്നത്. പള്ളിയുടെ ഉള്ളിൽ കുറേ പേര് വണ്ടി കയറ്റി നിർത്തിയിട്ടുണ്ട്. വെള്ളമുണ്ട് പള്ളിയുടെ ഉള്ളിൽ, പക്ഷെ എന്നാലും പുറത്ത് അത്ര കാണുന്നില്ല. കുറച്ച് സേഫായിട്ടാണ് അവിടെയുള്ള വണ്ടികൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഏരിയാസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ, മൊബൈലിലുള്ള ആളുകൾക്ക് കാണുമ്പോൾ, ഇത് മൊബൈലിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്, മനസ്സിലാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ചുറ്റും എത്രത്തോളം വെള്ളമുണ്ട് എന്നുള്ളതും. എന്താ വെച്ചാൽ നമ്മൾ ഈ കാണിക്കുന്ന ഏരിയ നെസ്റ്റോ, ലുലു, സഫാരി എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരുവിധം എല്ലാ ആളുകളും പുറത്തുനിന്ന് നടക്കുന്ന ആളുകളോട് വന്നിട്ടാണ് പർച്ചേസ് ചെയ്യുക, അല്ലേ? അതെല്ലാവർക്കും അറിയാം. ഇതൊരു തിരക്ക് പിടിച്ചൊരു ഏരിയയാണ്. അത്രയും ആളുകൾ പർച്ചേസിങ്ങിന് മാത്രമായിട്ട് വരുന്ന ഏരിയയാണ് ഈ മൊബൈല, ലുലു, നെസ്റ്റോ, പിന്നെ സഫാരി മോള്. അപ്പോൾ ഇതാണ് സഫാരി മാളിൻ്റെ ഒക്കെ ബാക്ക് സൈഡ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പള്ളിയുടെ ബാക്ക് സൈഡും സഫാരി എങ്ങനെ വെള്ളത്തിൽ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കിങ്ങനെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ മൊബൈലിലേക്ക് വരുന്നവർ ശ്രദ്ധിച്ചിട്ട് വരിക. വെള്ളമുണ്ട് ഇവിടെ. ഓക്കെ, വെള്ളം മുഴുവൻ പോയതിനായിട്ട് പോയിട്ടില്ല. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.